നമസ്കാരം മിസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നും കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകർ അധ്യാപനത്തിന് പ്രാപ്തമല്ലെന്നും വിദ്യാർത്ഥികൾ. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് എസ്എഫ്ഐ. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ MK വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPMന്റെ നടപടി. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. നെല്ലിക്കുറിശ്ശി ചക്കിങ്ങൽ 31കാരൻ സൈതലവിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ 34 വയസ്സുകാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നെല്ലിക്കുറിശ്ശി പാലക്കുന്നിലാണ് സംഭവം. പത്തിരിപ്പാല ഞാവലിൻ കടവിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയലക്കടി കല്ലുവെട്ടുകുഴിയിൽ അമീർ ഹംസയുടെ മകൻ 30കാരൻ അദീബ് അമീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാവലിൻ കടവിന് സമീപം പുഴയിൽ ബുധനാഴ്ച രാവിലെയാണ് അമീറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വാഗ്ദാനമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ. സർക്കാർ നിരന്തരം വാഗ്ദാനം നടത്തുന്നതല്ലാതെ മെഡിക്കൽ കോളേജിനായി ഒന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും സ്ഥിര അധ്യാപക നിയമനം നടത്തുന്നില്ല. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം അധ്യാപനത്തിന് പ്രാപ്തമാവുന്നില്ല. അനധ്യാപകർ, പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ല. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഹൈവേയിൽ നടക്കുന്ന അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും സംവിധാനമില്ല. തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കൊട്ടിഘോഷിച്ച് നടത്തിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചലമായെന്നും മെഡിക്കൽ കോളേജിനായി അനുവദിക്കുന്നുണ്ടെന്ന് പറയുന്ന കോടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് കോളേജായിട്ട് ഞങ്ങളുടെ കോളേജ് മാറ്റാൻ പറ്റും. ആർക്കും തൃശ്ശൂരും കോയമ്പത്തൂരും ഒന്നും പോകേണ്ട വരത്തില്ല. ഇവിടെ എന്ത് വന്നാലും ഉടനെ ഉണ്ട് റെഫർ ചെയ്ത് വിടുക. അതെന്ത് പരിപാടിയാണ്? ഇവിടെ നാട്ടുകാർ റെഫറിന് വേണ്ടിയാണുള്ളത്. അത്യാവശ്യം സംഭവിച്ചു വരുമ്പം തൃശ്ശൂരേക്ക് വിട്ടോ, കോയമ്പത്തൂരേക്ക് വിട്ടോ. അത് വേണ്ട ഇവിടെ. പിന്നെ എന്തിന് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചേക്കുന്നു? 10 വർഷമായി കണ്ടിട്ടില്ല. എവിടെ നിന്നാലും കാണാം ആ ബിൽഡിംഗ്. പക്ഷെ അകത്തൊന്നും ഇല്ല. അതാരും അറിയുന്നില്ല. അവസാന വർഷ വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ, ആദിത്യ, അഖിൽ, ഗ്രീഷ്മ, തനിമ, കൃഷ്ണ തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. മാത്രമല്ല ഇത് നാട്ടുകാരുടെയും കൂടെ ആവശ്യമാണ്. നമ്മൾ സ്റ്റുഡൻസ് മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ഈ പാലക്കാട് ടൗണിൻ്റെ അകത്ത് എത്ര നല്ല ആശുപത്രികളുണ്ട് നിങ്ങളൊന്ന് പറയൂ. ടേഴ്സറി കെയർ എത്ര എണ്ണം ഉണ്ട്? ഗവൺമെന്റ് സ്ഥാപനമായിട്ട് എത്ര എണ്ണം ഉണ്ട്? ആകെ ഒരു ജില്ലാ ആശുപത്രിയാണ് ഉള്ളത്. ആ ജില്ലാ ആശുപത്രിയാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും ആശ്രയിക്കുന്നത്. മനസ്സിലായില്ലേ? അതല്ലാതെ വേറെ ഒരു ആശുപത്രിയും ഒന്നുമില്ല. നിങ്ങളൊന്ന് നോക്ക്. ഇവിടുത്തെ പകുതിയിലേറെ ആളുകൾ നേരെ പോകുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോടും കോയമ്പത്തൂരിലേക്കുമാണ്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ എത്ര പാലക്കാടന്മാരുണ്ടെന്ന് കൈപൊക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പകുതി പേരും കൈപൊക്കും. കാരണം പകുതിയിലേറെ ആളുകളും പാലക്കാട് നിന്ന് പോകുന്ന ആൾക്കാരാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് മെഡിക്കൽ കോളേജിനെതിരെയുള്ള അവഗണന. സർക്കാരിനെതിരെ SFIയും സമരരംഗത്ത്. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും SFI. പാലക്കാട് മെഡിക്കൽ കോളേജിന് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ദ്രോഹിക്കുന്ന സമീപനമാണ് അധികൃതർ തുടരുന്നത്. കാലങ്ങളായി സ്ഥിരാധ്യാപക നിയമനം നടത്താൻ കഴിയാത്ത സർക്കാർ പരാജയമാണ്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്തിനും ഏതിനും ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. എന്നാൽ ജില്ലാ ആശുപത്രിയോടും സർക്കാർ അവഗണന തുടരുകയാണെന്നും SFI ആരോപിച്ചു. 10 വർഷമായി രൂപീകരിക്കപ്പെട്ട ഒരു കോളേജാണ്. ഈ കോളേജുകൾ ഇന്ന് ഒരു പൊതുജനത്തിനോ വിദ്യാർത്ഥികൾക്കോ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നിലവിലില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സമരം. അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ള നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജാണ്. 500 വിദ്യാർത്ഥികൾ പരം പഠിക്കുന്ന ഒരു കോളേജിൽ ആവശ്യമുള്ള ഫാക്കൽറ്റീസ് ഇല്ല. അതാണ് ഇവിടെ വിദ്യാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.
ആ വിദ്യാർത്ഥികളുടെ പ്രശ്നം വർഷങ്ങളായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സമരങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു മറുപടി ലഭിക്കത്തക്കതോളം നമുക്കൊരു നടപടി എടുക്കാമെന്ന് ജൂൺ 10 ഒരു കാലാവധി വെച്ച് അധികൃതർ പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷവും നമുക്കത് പരിഹരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ SFIയുടെ നേതൃത്വത്തിലൂടെ സമരം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ MK വർഗീസിനെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു. CPIയുടെ പരാതിയെ തുടർന്നാണ് നടപടി. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തൽ. വിജയത്തിനുശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിലും CPIക്ക് അതൃപ്തിയുണ്ട്. ഇതോടെ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ നേരിൽ കണ്ട് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അതൃപ്തി അറിയിച്ചു. അല്ല, സുരേഷ് അദ്ദേഹം അത്തരം ഒരു മുഹൂർത്തങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയർ അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെയും അഭിപ്രായം. അല്ല, മേയറുടെ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മേയറുടെ ഒരു അംഗത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോർപ്പറേഷൻ ഭരണം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ കോർപ്പറേഷൻ ഭരണത്തിനകത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ LDF പിന്തുണയ്ക്കുന്ന ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കരുതലും സത്യം വേണ്ടതാണ് എന്ന അഭിപ്രായം ഞങ്ങൾ. പിന്നാലെ മേയർ MK വർഗീസിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും MK വർഗീസ് വിശദീകരിച്ചു. വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന CPIM നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് MK വർഗീസിന് നൽകി. ഇതിനു പിന്നാലെയാണ് മേയർ MK വർഗീസ് വാർത്താസമ്മേളനം വിളിച്ചത്. സുരേഷ് ഗോപിയുമായി മേയർ MP ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ൻ്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDF-ൻ്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പോൾ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല. നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. എന്നാൽ 17, 18 തീയതികളിൽ ചേരുന്ന CPI ജില്ലാ നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. നെല്ലിക്കുറിശ്ശി ചക്കിങ്ങിൽ സൈതലവിയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നെല്ലിക്കുറിശ്ശി പാലക്കുന്നിലാണ് സംഭവം. ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ 34-കാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. സുഹൃത്തുക്കളായ ഇരുവരും മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് പ്രശ്നത്തിന് കാരണം. പ്രമോദിനെ കയ്യിൽ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഇയാളുടെ കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത് സൈതലവി കാറിന് തീ വയ്ക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രമോദ്. വധശ്രമത്തിനും കാർ കത്തിച്ചതിനുമാണ് സൈതലവിക്കെതിരെയുള്ള കേസ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ പത്രിപ്പാല അതിർക്കാട് ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയലക്കടി പടിഞ്ഞാറക്കര അമീർ ഹംസയുടെ മകൻ 30 വയസ്സുള്ള അദീബ് അമീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപാണ് ഗൾഫിൽ നിന്നും അമീർ നാട്ടിലെത്തിയത്. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ച മുതൽ യുവാവിനെ കാണാതായതിനാൽ ഒറ്റപ്പാലം പോലീസിൽ പരാതിയും നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഞാവളിൻകടവിന് സമീപം അജ്ഞാത ബൈക്ക് കാണപ്പെട്ടിരുന്നു. തുടർന്ന് നാട്ടുകാരെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബുധനാഴ്ച രാവിലെ വീണ്ടും ആരംഭിച്ച തിരച്ചിലിനൊടുവിലാണ് ഞാവളിൻകടവിന് സമീപം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാവ് ആയിഷ, അഷ്ഹബ്, അമീർ എന്നിവർ സഹോദരന്മാരാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 20ഓളം പമ്പുകളിലേക്കുള്ള CNG വിതരണം ഇതോടെ പ്രതിസന്ധിയിലായി. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 48 ടാങ്കർ ഡ്രൈവർമാരാണ് ഇന്നലെ വൈകിട്ട് മുതൽ പണിമുടക്ക് ആരംഭിച്ചത്. വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇരു ജില്ലകളിലെയും സ്വകാര്യ ബസ് അടക്കമുള്ള വാഹനങ്ങളുടെ സർവീസിനെ ബാധിക്കും. ഇന്ത്യൻ ഓയിൽ അദാനി കമ്പനിയിൽ നിന്ന് സബ് കോൺട്രാക്ട് എടുത്തവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഡ്രൈവർമാർ ചേർന്ന് സംഘടന രൂപീകരിച്ച് 19 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു.
ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് മെയിലെ ശമ്പളം നൽകാത്തതെന്ന് പണിമുടക്കുന്ന ഡ്രൈവർമാർ ആരോപിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വരെ ശമ്പളം ലഭിക്കാതെ വന്നതോടെ പണിമുടക്കുമെന്ന് അറിയിച്ചപ്പോൾ 5000 രൂപ മാത്രം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ഇരു ജില്ലകളിലെയും ഡ്രൈവർമാർ CNG വിതരണം നിർത്തിയത്. നിലവിൽ വാളയാർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ടാങ്കറിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഇതു പിന്നീട് ഇരു ജില്ലകളിലെയും പമ്പുകളിലെത്തിക്കും. 400 കിലോയാണ് ഒരു ടാങ്കറിൽ നിറയ്ക്കുന്നത്. ശമ്പളം ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ ഇന്നലെ വൈകിട്ട് മുതൽ ലോഡ് എടുത്തിട്ടില്ല. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ബുധനാഴ്ച CNG പമ്പുകളുടെ പ്രവർത്തനം മുടങ്ങും. CNG ഇന്ധനം ഉപയോഗിക്കുന്ന നിരവധി സ്വകാര്യ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരു ജില്ലകളിലുമായി സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളെയും ഇന്ധനക്ഷാമം ബാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ബുധനാഴ്ച പുലർച്ചെ തെക്കുംകര മലാക്കയിലാണ് വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തിയത്. കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പ്രദേശത്തെ വീടിന് പുറകിൽ വെച്ചിരുന്ന ചക്ക തിന്ന കാട്ടാന സമീപത്തെ വീട്ടുവളപ്പിലെ പന കുത്തിമറിച്ചിട്ടു. പ്രദേശത്തെ മറ്റൊരു പറമ്പിലെ പ്ലാവിൽ നിന്നിരുന്ന ചക്കകളും ആന പറിച്ചു തിന്നു. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. പ്രദേശവാസി ബിജുവിന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVയിലാണ് ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സൗഹൃദം സ്ഥാപിച്ച വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ 7.61 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്തത്. പ്രതിയോടൊപ്പമുള്ള പരാതിക്കാരിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതോടെ വനിതാ ഡോക്ടർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2023 ജനുവരി 14 മുതൽ 2023 ഡിസംബർ 30 വരെയുള്ള കാലയളവിലാണ് പ്രതി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് അധ്യക്ഷനായി. കമ്മീഷൻ അംഗം A സൈഫുദ്ദീൻ ഹാജി, വിവിധ ന്യൂനപക്ഷ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 29 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സെമിനാറിൽ 500 ന്യൂനപക്ഷ പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. ബേബി മാത്യു ചെയർമാനും M സുലൈമാൻ ജനറൽ കൺവീനറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ബാങ്ക് അപ്രൈസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പാലക്കാട് ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം CITU ജില്ലാ സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ദാരിദ്ര്യം നിത്യേന ജീവിത ദുരിതമാക്കുന്ന സാഹചര്യത്തിലാണ് കേരള ബാങ്ക് അധികൃതർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതെന്നും മിനിമം വേതനമെന്ന സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കേരള ബാങ്ക് അധികൃതരുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ M ഹംസ പറഞ്ഞു. കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പുനഃസ്ഥാപിക്കുക, സ്ഥിരവേതനം 15,000 രൂപയാക്കുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുള്ള പലിശ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അപ്രൈസേഴ്സ് യൂണിയൻ ധർണ സംഘടിപ്പിച്ചത്. അതെല്ലാം ആദ്യം വഴി എല്ലാം നടക്കുന്നില്ലേ? ഇപ്പോഴും നടന്നു പോകുന്നില്ലേ? ഇപ്പോഴും കേരള ബാങ്കിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. മാർച്ച് മാസം 31 ആകുമ്പോൾ മാർച്ച് മാസം 31 മുമ്പ് ഒരു NPA മാനേജ്മെന്റിന് വേണ്ടി പലരും ലോൺ ക്ലോസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പുതിയ വായ്പ എടുക്കാറുണ്ട്. ആ വായ്പ എടുക്കുമ്പോൾ എല്ലാം പുതിയതായുള്ള നടപടിക്രമം തന്നെയാണ് പാലിക്കാറുള്ളത്. ബോർഡ് പാസ്സാക്കണം, മറ്റേ കൊളാറ്ററൈസേഷൻ നോക്കണം, ലീഗൽ ഒപ്പീനിയൻ നോക്കണം. അതിനെല്ലാം ഒരു പുതിയ ലോൺ എന്ന നിലയിൽ കണക്കാക്കി അതിനെല്ലാമുള്ള സർവീസ് ചാർജ് കേരള ബാങ്ക് വാങ്ങുന്നുണ്ട്. നിങ്ങളൊരു പുതിയ ലോൺ എടുക്കുമ്പോൾ അത് അപ്രൈസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ലോൺ എന്ന നിലക്ക് അതിനും സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട്. ആ സർവീസ് ചാർജ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സർവീസ് ചാർജ് എന്തിനാണ് കട്ട് ചെയ്യുന്നത്? ജില്ലാ പ്രസിഡന്റ് EV സേതുമാധവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി A രാമദാസ്, AP സുന്ദരരാജ്, P ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഥ, നോവൽ എന്നിവയ്ക്ക് OV വിജയൻ സ്മാരക സമിതി നൽകുന്ന ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചു. ചെറുകഥാ വിഭാഗത്തിൽ KP രാമനുണ്ണിയുടെ ശരീരദൂരം ഹൈന്ദവവും, നോവൽ വിഭാഗത്തിൽ V ശനിലാലിന്റെ 124 എന്ന നോവലും പുരസ്കാരത്തിന് അർഹമായി.
യുവകഥാ പുരസ്കാരം ജിൻഷ ഗംഗയുടെ തോറ്റം എന്ന ചെറുകഥയ്ക്ക്. പുരസ്കാര സമർപ്പണം ജൂലൈ 2-ന് OV വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകുമെന്ന് ചെയർമാൻ നാരായണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2022 ഡിസംബർ വരെ 3 വർഷത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ച രചനകളാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്ന് ചെയർമാൻ TK നാരായണദാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹരികൃഷ്ണൻ തച്ചാടൻ രചിച്ച പാത്തുമ്മയുടെ വീട് കഥാസമാഹാരം പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹമായി. രാജ്യത്ത് നടക്കുന്ന ജാതിമത വർഗീയതയ്ക്കെതിരെയുള്ള രചനകളാണ് KP രാമനുണ്ണിയും V ഷിനിലാലും നടത്തിയത്. മാധ്യമപ്രവർത്തകർക്കെതിരെയും വിമർശിക്കുന്നവരെ തുറുങ്കിലടയ്ക്കുന്ന ദേശീയ സമീപനത്തിനെതിരെയുമാണ് ഷിനിലാലിന്റെ നോവൽ 124 പ്രതിപാദിക്കുന്നത്. ദേശീയ രാഷ്ട്രീയമായി ശക്തമായി പ്രതികരിക്കുന്നു എന്ന് തന്നെ മനുഷ്യനെ വിഭജിക്കുന്നതിനും വിഭജിച്ചുകൊണ്ട് ഭരിക്കുന്നതിനുമുള്ള അധികാരവർഗത്തിന്റെ ശ്രമത്തിനെതിരെയുള്ള നല്ല പ്രതികരണം. അതോടൊപ്പം ആ വിഭജനത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയമൊക്കെ സാധാരണ മനുഷ്യനുണ്ടാക്കുന്ന ആഘാതം എന്താണ്, അവന് നിസ്സഹായത എന്താണ്, ചെറിയ കുട്ടികൾ പോലും അതിനെങ്ങനെ വിധേയപ്പെട്ടു പോകുന്നു എന്നെല്ലാം ആവിഷ്കരിക്കുന്ന കഥാസമാഹാരങ്ങളാണ് KP രാമനുണ്ണിയുടെ. ഷിനിലാലിന്റെ വട്ട് ഫോർ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെയും സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയും ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്ക് നേരെയും ഏത് സമയത്തും വന്നു വീഴാവുന്ന ഒരു ആപത്ത് പോലെ നിൽക്കുന്ന രാജ്യദ്രോഹ കുറ്റം. ഒന്നാം സമ്മാനം നേടിയവർക്ക് 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും, നവാഗതർക്ക് 10,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണം ജൂലൈ 2-ന് OV വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നൽകുമെന്നും നാരായണദാസ് പറഞ്ഞു. 8 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന എഴുത്തുകാർക്കുള്ള കോട്ടേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ OV വിജയൻ സ്മാരകത്തിൽ ഈ വർഷം നടപ്പിലാക്കും. മലബാർ മേഖലയിൽ സാംസ്കാരിക മേഖലകളെ ബന്ധിച്ച് 50 കോടിയുടെ പദ്ധതി നടപ്പിലാക്കുമെന്നും സെക്രട്ടറി TR അജയൻ പറഞ്ഞു. അഡ്വക്കേറ്റ് CP പ്രമോദും പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പള്ളി പ്രധാന റോഡിൽ കുഴിയിൽ സ്കൂട്ടർ മറിഞ്ഞ് 2 കൗൺസിലർമാർക്ക് പരിക്ക്. ഷൊർണൂർ നഗരസഭയിലെ കവളപ്പാറ തെത്തങ്കോട് കൗൺസിലർ T സീന, അന്തിമഹാകാളഞ്ചിറ കൗൺസിലർ സന്ധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ നിന്ന് കുളപ്പള്ളിയിലെ ജനസേവന കേന്ദ്രത്തിലേക്ക് പോകുകയായിരുന്നു ഇരുവരും. ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെത്തിയപ്പോൾ കുഴിയിൽ തെന്നി വീഴുകയായിരുന്നു. സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ ഇരുവരെയും തൊട്ടടുത്ത സ്വകാര്യ ക്ലിനിക്കിലെത്തിച്ചു. സീനയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വീഴ്ചയിൽ സീനയുടെ ഇടതുകാലിന് പരിക്കേറ്റിട്ടുണ്ട്. 1 മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഷൊർണൂർ മുതൽ കുളപ്പുള്ളി വരെയുള്ള പാതയിൽ പല സ്ഥലങ്ങളിലുമുള്ള കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീഴുന്നതിനാൽ ചെടി നട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അടുത്തിടെ പെയ്ത മഴയിലാണ് ഇവിടെ കുഴി രൂപപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ലോറി ആക്രമിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപമാണ് അപകടം. മലക്കപ്പാറയിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ ലോറിയെയാണ് കാട്ടാന ആക്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു ആക്രമണം. ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയുടെ ആക്രമണത്തിൽ ലോറിയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് മെഡിക്കൽ കോളേജിൽ സ്ഥിരം അധ്യാപകരും അടിസ്ഥാന സൗകര്യവുമില്ല. അനിശ്ചിതകാല സമരവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധവുമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പരിശോധനാ സംവിധാനങ്ങൾ, ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ തുടങ്ങി യാതൊരു അടിസ്ഥാന സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നും കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകർ അധ്യാപനത്തിന് പ്രാപ്തമല്ലെന്നും വിദ്യാർത്ഥികൾ. സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് SFI. സുരേഷ് ഗോപിയുമായുള്ള ബന്ധം വിവാദമായ പശ്ചാത്തലത്തിൽ മേയർ MK വർഗീസിന് താക്കീത് നൽകി CPM. പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് MK വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് CPI വ്യക്തമാക്കിയിരുന്നു. CPIയുടെ പരാതിയെ തുടർന്നാണ് CPMന്റെ നടപടി. ഒറ്റപ്പാലം നെല്ലിക്കുറിശ്ശിയിൽ ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കാർ കത്തിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. നെല്ലിക്കുറിശ്ശി ചക്കിങ്ങൽ 31കാരൻ സൈതലവിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചുനങ്ങാട് ചെപ്പലത്തോട്ടിൽ 34 വയസ്സുകാരൻ പ്രമോദിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നെല്ലിക്കുറിശ്ശി പാലക്കുന്നിലാണ് സംഭവം. പത്തിരിപ്പാലം ഞാവലിൻകടവിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
പഴയലക്കടി കല്ലുവെട്ടുകുഴിയിൽ അമീർ ഹംസയുടെ മകൻ 30-കാരൻ അദീബ് അമീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാവലൻ കടവിന് സമീപം പുഴയിൽ ബുധനാഴ്ച രാവിലെയാണ് അമീറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.